പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി നമ്മൾ സിന്ദൂർ ഓപ്പറേഷൻ നടത്തി. സിന്ദൂർ ഓപ്പറേഷനിൽ ഭീകര ക്യാമ്പുകൾ മുഴുവൻ നമ്മൾ തകർത്തു. പാകിസ്ഥാനിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം പാകിസ്ഥാനിൻ്റെ പ്രത്യാക്രമണങ്ങളെ മുഴുവനും ചങ്കൂറ്റത്തോടെ നട്ടെല്ലുറപ്പോടെ ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു. ഡ്രോണുകൾ പഞ്ചാബിൻ്റെയും രാജസ്ഥാനിൻ്റെയും അതിർത്തി മേഖലകളിലെയും പാടത്തും വരമ്പത്തും വീണ് കടന്നു. എല്ലാം ഓക്കെയാണ്. നമ്മൾ ശക്തമായി പാകിസ്ഥാനെ കടന്നാക്രമിക്കുക ചെയ്തു, പ്രതിരോധിച്ചു. ഇന്ത്യയുടെ ഫോഴ്സിൻ്റെ ശക്തി എന്താണെന്ന് അയൽ രാജ്യത്തെ ഭീകരരെ സഹായിക്കുന്ന ഭീകരരുടെ അവസാന ശുശ്രൂഷകളിൽ മരണപ്പെട്ട ഭീകരരുടെ അവസാന ശുശ്രൂഷയിൽ പാക് പതാക പുതപ്പിച്ചതിന്, പാക് സൈന്യത്തിൻ്റെ യൂണിഫോം ഇട്ട് പാക് പോലീസ് അവിടെ അകമ്പടി സേവിച്ചതിന്, ഭീകരരെ ആശുപത്രിയിൽ പോയി സേനാ മേധാവി കണ്ട് തലോടി സമാധാനിപ്പിച്ചതിന് ഒക്കെ ഇന്ത്യ ചുട്ട നാണയത്തിൽ മറുപടി കൊടുത്തു. എല്ലാം സമ്മതിച്ചു. എന്നിട്ട് ഇപ്പൊ ഈ ട്രംപ് എവിടെന്നാ വന്നേ? ഇപ്പൊ ഈ അമേരിക്ക എവിടെന്നാ വന്നേ? കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയെ പാടിപ്പുകഴ്ത്തി, ഇന്ദിരാഗാന്ധി അമേരിക്കയോട് പോയി പണി നോക്ക്, ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ പോളിസി തകർക്കാൻ വന്ന, ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഭീകരവാദം നടത്തിയ രാജ്യത്തിന് മറുപടി കൊടുക്കാൻ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ ചെയ്തോട്ടെ. പക്ഷേ ഒരു കാര്യം ചോദിക്കാതെ വയ്യല്ലോ മിസ്റ്റർ മോദിജി, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, മിസ്റ്റർ രാജ്നാഥ് സിംഗ്, മിസ്റ്റർ അമിത്ഷാ. അത് ചോദിക്കാതെ വയ്യ. ഈ മോഡി എന്ന് പറയുന്ന ആളുടെ വലിയ സുഹൃത്താണ് ട്രംപ്, സമ്മതിക്കുന്നു. അവിടെ ചെന്ന് ട്രംപ് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് വിധേയ സൗഹൃദത്തിന്റെ വാക്താവായി അവിടെ ചെന്ന് നിൽക്കുമ്പോഴും ഒരു ഫ്ലൈറ്റ് തിരിച്ചു വന്നു കയ്യാമം വെച്ച് ഇന്ത്യൻ അഭയാർത്ഥികളെ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരാൻ. ആദ്യ ഫ്ലൈറ്റ് വന്നതിന് ശേഷമാണ് മോദി ട്രംപിനെ കാണാൻ പോയത്. ട്രംപിനെ കണ്ട് മോദി അവിടെ ഇരിക്കുമ്പോഴും വന്നു ഒരു ഫ്ലൈറ്റ് ഇന്ത്യൻ മണ്ണിലേക്ക് കയ്യാമം വെച്ച് കുട്ടികളടങ്ങുന്ന, സ്ത്രീകളടങ്ങുന്ന ആളുകളെ നിലത്തിരുത്തി തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെയാ കാനഡയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും അഭയാർത്ഥികളെ അമേരിക്ക അങ്ങനെ നാട് കടത്തുമ്പോൾ ചെയ്തത്? ഈ മണ്ണിൽ അമേരിക്കയുടെ ഫ്ലൈറ്റ് ഇറങ്ങണോ എന്ന് ഞാൻ പറയും. കനേഡിയൻ ഗവൺമെന്റ് അങ്ങനെ ഒരു ശക്തമായ ആംഗിൾ അന്ന് എടുത്തിരുന്നു. അത് പറയാൻ പോലും മോദിക്ക് സാധിച്ചില്ല. കാരണം എന്താ? മോദിയുടെ വിധേയ സൗഹൃദം. അങ്ങനെയുള്ള മോദി ഇവിടെ ശക്തമായി പാകിസ്ഥാനെ നമ്മളാണ് പ്രതിരോധിക്കുന്നത്, പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തു. ഒരു വിമാനവും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ശക്തമായ ആക്രമണങ്ങളും നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് പൂർണ്ണമായി അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന രാജ്യം ട്രംപിന് മുമ്പിൽ എന്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. ട്രംപല്ലല്ലോ അത് പറയേണ്ടത്. അത് പറയേണ്ടത് ആരാ? മോദിയാണ്. എന്താണ് ഇവരുടെ ഭീകര പ്രവർത്തനത്തിന്റെ ലക്ഷ്യം? ഈ ഭീകരരെ നമ്മൾ കൊന്നോ? കാണ്ഡഹാറിലെ പ്രശ്നമുണ്ടാക്കിയ കാണ്ഡഹാറിന്റെ സൂത്രധാരനെ നമ്മൾ കൊന്നു. ഓക്കെ, ഈ ഭീകരർ ഇവിടെ വന്ന് വ്യക്തമായി വീഡിയോയിൽ പതിഞ്ഞിട്ടുള്ള ഈ ഭീകരരെ നമ്മൾ കൊന്നോ? പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നുള്ള ആ ഒരു കാര്യം നടന്നോ? പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നു, ഒറ്റപ്പെടുത്തണം എന്നുള്ള സംഭവം നടന്നോ? ഇതൊന്നും സാധിക്കാതെ ട്രംപ് അങ്ങ് പറഞ്ഞപ്പോഴേക്കും പൂർണ്ണ വിധേയ സൗഹൃദത്തിന്റെ വക്താവായി മോഡി ഒരിക്കൽ കൂടി മാറിയിട്ട് പറയാ, നമ്മൾ അവസാനിപ്പിക്കുന്നു യുദ്ധമെന്ന്. അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിരപരാധികൾ കൊല്ലപ്പെടുന്ന, അവർക്ക് ജീവവായു നഷ്ടപ്പെടുന്ന, കുട്ടികളടക്കം സ്ത്രീകളടക്കം മനുഷ്യർ ചത്തുവീഴുന്ന യുദ്ധം അവസാനിപ്പിക്കപ്പെടണം. പക്ഷേ ഇന്ത്യ അപ്പർ ഹാൻഡിൽ നിൽക്കുന്ന, ഇന്ത്യയുടെ മണ്ണിൽ വന്ന് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ജാതി ചോദിച്ച് ഈ നാട്ടിലെ പൗരന്മാരെ, ഈ നാട് കാണാൻ വേണ്ടി സൗകര്യപൂർവ്വം വന്ന വിദേശികളെ, ഇവിടെ വന്ന ടൂറിസ്റ്റുകളെ തോക്കിൻമൂലയിൽ നിർത്തി കൊന്ന ഭീകരവാദ പ്രവർത്തനത്തിന് 100% കൂട്ടുനിന്ന പാകിസ്ഥാനെ ശക്തമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ട്രംപ് ആയിരുന്നില്ല അത് പറയേണ്ടത്. അത് ഇന്ത്യയുടെ പോളിസി ആയിരുന്നില്ല മോഡി. ഒരു സർവകക്ഷി യോഗത്തിൽ പോലും നിങ്ങൾ പങ്കെടുത്തിട്ടില്ല. 2 സർവകക്ഷി യോഗം നടന്നു, 2ലും നിങ്ങൾ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്തിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ രാത്രിയിൽ. ആ അഭിസംബോധനയിലും നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ട്രംപ് ഇത് അനൗൺസ് ചെയ്തു എന്നുള്ളത്, ട്രംപ് ഇതിന് മുൻകൈ എടുത്തു എന്നുള്ളത്. ട്രംപ് ആയിരുന്നില്ല ഇത് പറയേണ്ടത്. ഇത് പറയേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തെ ആക്രമിച്ച ഭീകരവാദികളെ സംരക്ഷിച്ച പാകിസ്ഥാനോട്, അവരെ ഈ രാജ്യത്തെ എങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ
ഇന്ത്യ ഒരു സന്ധി ചേരലിന് ഒരിക്കലും മുന്നോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് വോക്സിന്റെയും അഭിപ്രായം.